അമേരിക്ക ആദ്യമായി ലോകകപ്പിന് ആതിഥേയത്വം വഹിച്ചത് 3 പതിറ്റാണ്ടുകൾക്ക് മുൻപാണ്. അന്ന് ഒരു ഫുട്ബോൾ താരം ഈ ഭൂഗോളത്തിൽ നിന്നു തന്നെ എന്നേക്കുമായി വിട പറഞ്ഞു. അതെ, മൈതാനത്തെ ചെറിയ പിഴവിന് സ്വന്തം ജീവൻ കൊടുക്കേണ്ടി വന്ന കൊളംബിയൻ ഡിഫൻഡർ ആൻഡ്രേ എസ്കോബാർ. സെൽഫ് ഗോൾ എന്നാൽ മരണം എന്നുകൂടി അർത്ഥമുണ്ടെന്ന് ലോകമറിഞ്ഞത് അന്നാണ്. ഫുട്ബോളിലെ ദി ജെന്റിൽമാൻ എന്ന് വിളിപ്പേരുണ്ടായിരുന്ന കൊളംബിയൻ താരം ആൻഡ്രോ എസ്കോബാറിന്റെ സെൽഫ് ഗോളിനും മരണത്തിനും വഴിവെച്ചത് 1994 അമേരിക്കയിൽ അരങ്ങേറിയ ലോകകപ്പാണ്. ഫുട്ബോൾ ലോകത്ത് ഒരു രക്തസാക്ഷി ഉണ്ടെങ്കിൽ അത് എസ്കോബാർ ആയിരിക്കും. മരിക്കുമ്പോൾ പ്രായം വെറും 27. US-ൽ അരങ്ങേറിയ 15ാമത് ലോകകപ്പ് ഫൈനൽ റൗണ്ടിലെ കൊളംബിയയുടെ 2ാം മത്സരം. എതിരാളികൾ ആതിഥേയരും ദുർബലരുമായ അമേരിക്ക. മത്സരം നടക്കുന്നത് പാസദേനയിലെ റോസ് ബൗൾ സ്റ്റേഡിയത്തിൽ. അക്കുറി കപ്പ് ഉയർത്താൻ സാക്ഷാൽ പെലെ വരെ കൂടുതൽ സാധ്യത കൽപ്പിച്ചത് വാൾഡറാമ നയിച്ച കൊളംബിയയ്ക്കായിരുന്നു. പക്ഷേ അമേരിക്കയുമായുള്ള മത്സരത്തിന് മുൻപ് തന്നെ കൊളംബിയ ആദ്യ പരാജയം ഏറ്റുവാങ്ങിയിരുന്നു റുമാനിയയോട്. ക്വാർട്ടറിലേക്ക് കടക്കണമെങ്കിൽ കൊളംബിയയ്ക്ക് വിജയം അനിവാര്യം. ആദ്യ പകുതിയുടെ 34ാം മിനിറ്റിൽ ആ ദുരന്തം സംഭവിച്ചു. അമേരിക്കയുടെ ജോൺ ഹർട്സ് ഇടത്തുനിന്ന് നൽകിയ ക്രോസ് അടിച്ചകറ്റാനുള്ള ശ്രമത്തിൽ കൊളംബിയൻ ഡീപ്പ് ഡിഫൻഡർ എസ്കോബാറിന്റെ കാലിൽ തട്ടി വെട്ടിത്തിരിഞ്ഞ് പന്ത് കൊളംബിയൻ ഗോൾ വലയിലേക്ക്. സ്ഥാനം തെറ്റി നിൽക്കുകയായിരുന്ന കൊളംബിയൻ ഗോളി ഓസ്കർ കൊർഡോസയ്ക്ക് എന്തെങ്കിലും ചെയ്യാൻ സാധിക്കും മുൻപ് പന്ത് സ്വന്തം ഗോൾ വലയിൽ പതിച്ചു. ഇടങ്കാലനായ എസ്കോ വലതുഭാഗത്തു നിന്ന് വന്ന താഴ്ന്ന ക്രോസ് വലങ്കാലുകൊണ്ട് ക്ലിയർ ചെയ്യാൻ ശ്രമിച്ചതാണ് അബദ്ധമായത്. 52ാം മിനിറ്റിൽ എർണസ്റ്റ് സ്റ്റുവാർട്ട് അമേരിക്കയുടെ ലീഡ് ഉയർത്തി. കൊളംബിയയുടെ ആശ്വാസ ഗോൾ അഡോൾഫോ വാലൻസിയ നേടിയെങ്കിലും അമേരിക്ക 2-1 വിജയം സ്വന്തം കൈപ്പിടിയിലൊതുക്കി. അങ്ങനെ കൊളംബിയയ്ക്ക് പുറത്തേക്കുള്ള വഴിയും തെളിഞ്ഞു. അവസാന മത്സരത്തിൽ സ്വിറ്റ്സർലാൻഡിനെതിരെ വിജയം നേടാനായെങ്കിലും ലഭ്യമായ 3 പോയിന്റുകൾ ക്വാർട്ടറിലേക്ക് കടക്കാൻ മതിയാകുമായിരുന്നില്ല. ഇതോടെ ആ ലോകകപ്പിൽ നിന്ന് പുറത്താകുന്ന ആദ്യ ടീമെന്ന നാണക്കേട് കൊളംബിയയുടെ മേലായി. ദുഃഖഭാരവുമായി ഗ്രൗണ്ടിൽ നിന്നിറങ്ങിയ എസ്കോബാർ ജീവിതം ഇവിടെ അവസാനിക്കുന്നില്ല എന്ന് അഭിപ്രായപ്പെട്ടിരുന്നു. പക്ഷേ വിധി മറ്റൊന്നായിരുന്നു. എസ്കോബാറിന്റെ പിഴവ് ടീം മാനേജ്മെന്റും സഹതാരങ്ങളും പുറത്തെങ്കിലും കൊളംബിയയിലെ മാഫിയയ്ക്ക് മറക്കാനായില്ല. തോൽവിക്ക് ശേഷം ഒരാഴ്ച തികയും മുൻപേ അദ്ദേഹത്തിന്റെ സെൽഫ് ഗോളിന് പിഴവ് നൽകേണ്ടി വന്നു, അതും സ്വന്തം ജീവൻ. ഒരുപക്ഷെ കായിക ചരിത്രത്തിലെ ഏറ്റവും ഞെട്ടിക്കുന്ന സംഭവം. കൊളംബിയയുടെ തോൽവിയും എസ്കോബാറിന്റെ സെൽഫ് ഗോളും കഴിഞ്ഞ് ഒരാഴ്ച കടന്നുപോയി. ജൂലൈ 1 വെള്ളിയാഴ്ച വൈകുന്നേരം. ലോക ലഹരി മരുന്ന് വ്യാപാരത്തിന്റെയും കള്ളക്കടത്തിന്റെയും കേന്ദ്രമാണ് കൊളംബിയയെങ്കിൽ ഈ വ്യാപാരത്തിന്റെയൊക്കെ സ്ഥിരാകേന്ദ്രമാണ് കൊളംബിയൻ നഗരമായ മെഡലിൻ. ബാറിലും നിശാ ക്ലബിലുമൊക്കെയായി എസ്കോയും കൂട്ടുകാരും സമയമേറെ ചെലവഴിച്ചു. അപ്പോഴത്തേക്കും നേരം പുലർച്ചെയായി. ജൂലൈ 2 പുലർച്ചെ 3 മണി. നിശാ ക്ലബിലെ റെസ്റ്റോറൻറ്റിൽ ഭക്ഷണം കഴിച്ച് പുറത്തേക്കിറങ്ങാൻ തുടങ്ങുമ്പോഴാണ് അടുത്ത മേശയിൽ മദ്യപിച്ചു കൊണ്ടിരുന്ന 12 പേരുടെ സംഘം എസ്കോയെ വളഞ്ഞത്. സെൽഫ് ഗോൾ അടിച്ച് നാടിനു നാണക്കേടുണ്ടാക്കിയെന്നാക്രോശിച്ച് അവർ എസ്കോയെ അസഭ്യം പറഞ്ഞു. വാക്കേറ്റ് മൂത്തപ്പോൾ ആക്രമികളിൽ ഒരാൾ തോക്കെടുത്തു നിറയൊഴിച്ചു. 12 വെടിയുണ്ടകൾ എസ്കോയുടെ ശരീരത്തിൽ തുളഞ്ഞു കയറി. ഓരോ തവണ വെടിയുതിർക്കുമ്പോഴും ഗോൾ എന്ന് ആക്രമികൾ അലറി വിളിച്ചു. ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും എസ്കോയുടെ ജീവൻ രക്ഷിക്കാനായില്ല. എസ്കോബാറിന്റെ കൊലപാതകം ഫുട്ബോളിനെ മാത്രമല്ല ലോകത്തെ തന്നെ ഞെട്ടിച്ചു കളഞ്ഞു. ദുരന്തം കൊളംബിയയെ ആകെ വേദനിപ്പിക്കുന്നുവെന്നാണ് അന്നത്തെ പ്രസിഡന്റ് സീസർ ഗവറിയ പറഞ്ഞത്. എസ്കോയുടെ മരണത്തിന് ശേഷം നടന്ന ലോകകപ്പിലെ അടുത്ത മത്സരത്തിന് മുൻപ് 1 മിനിറ്റ് മൗനം ആചരിച്ചാണ് കളി തുടങ്ങിയത്. മൈതാനത്തെ ഒരു പിഴവിന് സ്വന്തം ജീവൻ കൊണ്ട് പിഴയൊടുക്കേണ്ടി വന്ന ഫുട്ബോളിലെ ആ രക്തസാക്ഷിയുടെ ഓർമ്മകൾക്ക് 32 ആണ്ട് തികയുകയാണ്. അമേരിക്കൻ മണ്ണിൽ വീണ്ടും ഒരു ലോകകപ്പ് പന്തുരുളുമ്പോൾ ആൻഡ്രേ എസ്കോബാർ എന്ന നാമം കാൽപന്ത് ചരിത്രത്തിന്റെ നെഞ്ചിലെ മായാത്തൊരു മുറിവാണ്.
കളിയരങ്ങിലെ ജയപരാജയങ്ങൾക്കപ്പുറം മനുഷ്യജീവനേക്കാൾ വലുതല്ല ഒരു ഗോളും എന്ന് ഈ ലോകത്തെ ഓർമ്മിപ്പിച്ചുകൊണ്ട് അയാൾ ഇന്നും ജീവിക്കുന്നു ഓർമ്മകളിൽ.